ഹായ് ചങ്കളെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോസ് ഞാൻ ഇട്ടതാട്ടോ. ചുമ്മാ വേറെന്താ പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സ്ഥലം കേട്ടോ. അവിടെ ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. പെങ്ങളുടെ വീട്ടിലോട്ട് വന്നപ്പോൾ നല്ല പ്രകൃതി ഭംഗിയാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാനൊരു ലോങ് വീഡിയോസ് ആയിട്ട് ഇടുകയാണ്. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബും തരണേ. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യേണ്ട ഒന്നും പറയുന്നില്ല, കാരണം ഷെയർ ചെയ്യാനുള്ള വീഡിയോസുകളൊന്നും നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ ചുമ്മാ ഒരു ലോങ് വീഡിയോസ് ഇടുന്നതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ചങ്കളെ, അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലോങ് വീഡിയോസ് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലൊരു നടവരമ്പ്. ഇത് നടവരമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഇത് നടന്നിട്ട് ശരിക്കും ഒരു വഴിയൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ നടന്നിട്ടേ ഇവിടെ ഒന്നും പുല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, പുല്ലുകളൊന്നും ഉണ്ടായില്ല. കാരണം ഫുള്ള് നടക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കാറും ബൈക്കും ഒക്കെ ആയതിനു ശേഷം ഈ വരമ്പുകളിലൂടെയൊന്നും ആദ്യം നടക്കാറില്ല. അല്ലെങ്കിൽ ഇതേ ആ കാണുന്ന വീടുകൾക്കൊക്കെ ഇതുവഴിയാണ് നടന്നു പോകാറുള്ളതായിരുന്നു. അപ്പോൾ ഈ വരമ്പത്ത് എപ്പോഴാണ് രണ്ട് ഭാഗം മാത്രം പുല്ലുണ്ടാവുള്ളൂ, സെൻട്രൽ ഭാഗത്ത് പുല്ല് ഉണ്ടാവില്ല, നടന്ന വഴിയായിരുന്നു. അതൊക്കെ ആ കാലങ്ങളൊക്കെ പോയി. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ കേട്ടോ. അപ്പോൾ ചങ്കളെ, ഞാനപ്പോൾ എൻ്റെ പെങ്ങളുടെ വീട്ടിലോട്ട് വന്നപ്പോൾ എനിക്ക് ഈ പാടം നെൽവയൽ എൻ്റെ വീട്ടിനവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ വീട്ടിനടുത്ത വരമ്പുകളിൽ ഇപ്പോഴും ആൾക്കാരൊക്കെ നടക്കാറുണ്ട്. ഇവിടെ നല്ല സൈലൻറ്റ് ഏരിയ, നല്ല ശുദ്ധവായു ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടെ കുറച്ച് നേരം മൈൻഡൊന്ന് ഹാപ്പിയാക്കി കുറച്ച് നേരം ഞാൻ ഇവിടെയൊക്കെ കിടന്നു കേട്ടോ. എനിക്ക് ഫോണ് ക്യാമറ പിടിച്ചു തരാൻ ആളില്ലാത്ത തരണം കേട്ടോ, ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുഞ്ഞൊരു വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ക്ഷമയോടുകൂടി കാണുക. അപ്പോൾ ഇതെന്നാ നമ്മൾ മട്ട അരി കേട്ടോ. അത് നല്ല ചുവപ്പ് കളറുള്ള അരി കേട്ടോ, നല്ല ടേസ്റ്റാണ്. മട്ട എന്നാണ് പറയുക കേട്ടോ അതിന്. ഓക്കെ, പാലക്കാടൻ മട്ട എന്ന് പറയില്ല, ആ സംഭവം കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൻ്റെ അവിടുത്തെ പാടങ്ങളുടെ വിശേഷങ്ങൾ. ഒരു കുഞ്ഞു വീഡിയോസ് കേട്ടോ, ഒരുപാട് ബോറടിപ്പിക്കണമൊന്നുമില്ല നിങ്ങളേട്ടാ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോസ്. ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഇത് അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര ആയാലും എൻ്റെ വീഡിയോസ് ഏറി വന്നാൽ ഒരു 100 പേര് കണ്ടാൽ ഭാഗ്യം, ഒരു 80 പേരൊക്കെ കാണാറുള്ളൂ. അല്ലാതെ കൂടുതൽ ആൾക്കാരൊന്നും എൻ്റെ വീഡിയോസുകളൊന്നും കാണാറില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടിയിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ എന്ത് ചെയ്തറിയോ, എനിക്ക് ഭയങ്കര ആശ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ. അപ്പോൾ അത് കാരണം ഒരു ലോങ് വീഡിയോസ് ആയിട്ട് ഇടുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ചങ്ക് കൂട്ടുകാരന്മാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് തന്നാൽ മതി. ആരോടും ഞാൻ ബലമായിട്ട് ലൈക്ക് തരാമെന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഏരിയകൾ ഇവിടെ കുറച്ച് നേരത്തെ നല്ലോണം മയിലുകളൊക്കെ വരുന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒക്കെ സന്ധ്യ മയങ്ങിയില്ലേ, അപ്പോൾ അത് കാരണം അവരെല്ലാവരും കൂട്ടിലേക്ക് ചേക്കേറി കേട്ടോ. അപ്പോൾ അത് കാരണം കാണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ, ബൈ, സി യു. അപ്പോൾ ഞാൻ ലൈവിൽ പറഞ്ഞത്, നിങ്ങൾ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, ഇപ്പോൾ ഇത്ര നേരം സംസാരിച്ച പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റൊക്കെ തന്നാൽ മതി. അല്ലാതെ ഇഷ്ടപ്പെടാതെ ആരും ചെയ്യുമൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഞാൻ ചുമ്മാ ഒന്ന് ഇട്ടതാണ്. ഓക്കെ, ബൈ, സി യു. ഒരുപാട് സന്തോഷത്തോടു കൂടി ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം, ബൈ.